സംസ്ഥാനത്ത് ഭരണമാറ്റം വേണമെന്ന സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ LDF-ഉം UDF-ഉം മാറി മാറി വരേണ്ടതാണ്. കൂടുതൽ നേതാക്കളുള്ള പ്രസ്ഥാനമാണ് ശരിയായ രാഷ്ട്രീയ പ്രസ്ഥാനമെന്നും കൽപ്പറ്റ നാരായണൻ പ്രതികരിച്ചു. എന്നാൽ തുടർഭരണത്തിൽ പ്രശ്നങ്ങളില്ല എന്നാണ് എഴുത്തുകാരി KR മീരയുടെ പ്രതികരണം. ജനാധിപത്യ മൂല്യങ്ങളുടെ തുടർച്ച ഉറപ്പാക്കാൻ കഴിയുന്ന മുന്നണി ഭരണത്തിൽ വരണമെന്ന് KR മീര പ്രതികരിച്ചു. കൊയിലാണ്ടിയിൽ മാറ്റം ഉണ്ടാകണം. ഞാൻ മാറ്റത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരാളാണ്. മാറ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സമൂഹം ചലിക്കുകയുള്ളൂ എന്ന് വിചാരിക്കുന്നു. അതാരായാലും ശരി, അടുത്ത തവണ ഒരു പക്ഷേ UDF ആണ് അധികാരത്തിലെങ്കിൽ LDF വരണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നത്തെ തവണ മാറി വരണം. ഇവിടെ മാറ്റം ഉണ്ടാകണം. സംസ്ഥാനത്ത് അങ്ങനെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നല്ലേ? തീർച്ചയായും സംസ്ഥാനത്തും മാറ്റത്തിൻ്റെ പക്ഷത്താണ് ഞാൻ. ഇപ്പം മാർക്സിസമൊക്കെ പറയണത് തന്നെ മാറ്റത്തിന് മാത്രമാണ്, മാറ്റമില്ലാത്തതെന്നല്ലേ. അങ്ങനെ മാറ്റമില്ലാത്തതായി തീരാതിരിക്കട്ടെ നമ്മുടെ നാട് എന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ വ്യക്തികൾ പല അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കും. അവർ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങളും അവരവരുടെ രാഷ്ട്രീയ ശരികളുമാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവരാണ് എഴുത്തുകാർ പലപ്പോഴും വളരെ എഴുതുന്ന അവരുടെ സൃഷ്ടികളിൽ കാണുന്നത്ര ഹൃദയവിശാലതയോ ദീർഘദർശനമോ സ്വന്തം ജീവിതത്തിൽ പ്രകടിപ്പിക്കാറില്ല. അതുകൊണ്ട് എനിക്ക് ശരിയെന്ന് തോന്നുന്നത് എനിക്ക് പറയാനും പ്രസ്താവിക്കാനും സാധിക്കൂ. അത് മാത്രമേ എനിക്ക് അപേക്ഷിക്കാൻ സാധിക്കൂ. മറ്റൊരാളുടെ ശരികളും തെറ്റുകളും എന്നെ ബാധിക്കുന്നില്ല. അവർക്ക് അവരുടെ ശരികളെന്നല്ലേ പറയാൻ പറ്റൂ. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ഒരു സമൂഹത്തിൻ്റെ വിശാലമായൊരു താല്പര്യം കണക്കിലെടുത്ത് തുടർ ഭരണം എന്നുള്ളതല്ല, ജനാധിപത്യ മൂല്യങ്ങളുടെ ഒരു തുടർച്ച ഉറപ്പാക്കാൻ ഏത് മുന്നണിയാണ് വേണ്ടത്, അത് മാത്രമേ ഞാൻ ഈ സമയത്ത് നോക്കുന്നുള്ളൂ. ആ ചോദ്യത്തിന് ഉത്തരം ഇടതുപക്ഷമാണെന്നുള്ളത് ജനങ്ങൾ പറയേണ്ടതാണ്. ജനങ്ങൾ ചോദിക്കേണ്ടതും പറയേണ്ടതുമാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ എനിക്ക് വിശ്വാസം തോന്നുന്ന, ഏറ്റവും ഭേദമെന്ന് തോന്നുന്ന ഒരു പക്ഷത്തെയാണ് ഞാനിപ്പോൾ പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി. ഷഹദ്, ഇപ്പോൾ എഴുത്തുകാർ അവരുടെ നേരത്തെ തന്നെയുള്ള രാഷ്ട്രീയ നിലപാട് അത് വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അതൊരു കൗതുകം കൂടിയാണ്. മാറി മാറി ഭരിക്കേണ്ടതുണ്ട് എന്ന് കൽപ്പറ്റ നാരായണൻ പറയുമ്പോൾ KR മീര പറയുന്നത് മാറ്റം ആ രൂപത്തിൽ വേണമെന്നുള്ളതല്ല, ഒരു തുടർച്ചയാണ് നല്ലത് എന്നൊരു പ്രതികരണം നടത്തുന്നു. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും രണ്ട് പ്രമുഖരായിട്ടുള്ള സാഹിത്യ മേഖലയിൽ നിന്നുള്ള വ്യക്തികളുടെ പ്രതികരണമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കേൾക്കുന്നത്. അത് KR മീര, ഒപ്പം തന്നെ കൽപ്പറ്റ നാരായണൻ, ഇവർ രണ്ടുപേരുടെയും പ്രതികരണമാണ് കേൾക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൽപ്പറ്റ നാരായണൻ പറഞ്ഞു വെക്കുന്നത്, അതായത് മാറിയിട്ടുള്ള ഭരണം അത് വരുന്നതാണ് എല്ലാം കൊണ്ടും ജനങ്ങൾക്ക് നല്ലത് എന്ന കാര്യമാണ് പറയുന്നത്. അതായത് LDF-ഉം UDF-ഉം മാറി വരുന്നതാണ് എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ നല്ലത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ജനാധിപത്യത്തിൽ വളർച്ചയുണ്ടാവുകയുള്ളൂ, മാത്രമല്ല ജനങ്ങൾക്ക് അത് നല്ല രീതിയിൽ ഉപകാരപ്പെടുകയുള്ളൂ എന്ന കാര്യമാണ് പറയുന്നത്. എന്നാൽ അതേ സമയത്ത് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ ഇടതുപക്ഷം ഇത്തവണ ഈ SDPIയുടെ വോട്ടുകൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. അങ്ങനെ ഇടതുപക്ഷം ഈ SDPIയുടെ വോട്ടുകൾ വാങ്ങുകയാണെങ്കിൽ അത് ഒരിക്കലും ഈ രക്തസാക്ഷികൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളായി മാറും എന്ന കാര്യമാണ് പറയുന്നത്. അതിന് അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്നത് അഭിമന്യു ഒരിക്കലും പൊറുക്കില്ല എന്ന കാര്യവും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് പൂർണ്ണമായിട്ടും അദ്ദേഹം ഇടതുപക്ഷത്തെ എതിർക്കുകയും എന്നാൽ കോൺഗ്രസ് അധികാരത്തിൽ വരണം എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ മുഴുനീള ഈ പ്രതികരണം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേ സമയത്ത് KR മീര ഈ വാദങ്ങളെയൊക്കെ തന്നെ തള്ളിക്കളയുകയാണ്. കാരണം ഓരോ വ്യക്തികളും പറയുന്നത് അവരവരുടെ രാഷ്ട്രീയ ബോധത്തോട് കൂടിയിട്ടുള്ള അഭിപ്രായങ്ങളാണ്. കാരണം ഈ എഴുത്തുകാരൊക്കെ തന്നെ ഈ എഴുതുന്നത് പോലെയല്ല അവരുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും പ്രാവർത്തികമാക്കാറുള്ളത്. അതുകൊണ്ട് തൻ്റെ ബോധ്യങ്ങളാണ് താൻ പറയുന്നത്. അതിന് ഇടതുപക്ഷം വീണ്ടും വരണം എന്നുള്ളതാണ് അവർ പറയുന്നത്. തമ്മിൽ ഭേദം ഏതാണോ അതിനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, അതിനെയാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷം വരണം എന്ന കാര്യമാണ് അവർ പറയുന്നത്. അതായത് വീണ്ടും വരണം, മൂന്നാമതും വരണം എന്ന ചോദ്യത്തിന് പറയുന്നത് അത് മൂന്നാമത് വരണം എന്നുള്ള കാര്യമല്ല പറയുന്നത്, അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ അതിന്റെ ബോധ്യം തമ്മിൽ ഭേദം ഇവരാണ് എന്ന കാര്യമാണ് ഇപ്പോൾ KR മീരയും പറഞ്ഞു വെക്കുന്നത്. ശരി, ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.